ഹലോ ഹായ് നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MV വ്ളോഗ്സ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? ആദ്യം തന്നെ വ്ളോഗ് തുടങ്ങട്ടെ. ഇന്ന് ഏപ്രിൽ 14 വിഷുദിന ആശംസകൾ. എല്ലാവർക്കും വിഷുദിന ആശംസകൾ. വീട്ടിൽ വിളിക്കാനില്ല. ഓക്കെ, അപ്പൊ വിഷുദിന ആശംസകൾ ഗൈസ്. ഹാപ്പി വിഷു ടു ഓൾ. ആൻഡ് നിങ്ങൾ വിചാരിക്കും ഈ വ്ളോഗിന്റെ തംബ്നെയിൽ വേറെയും ഞാൻ വിഷു ആശംസകളൊക്കെ നേരിടുന്നത്, പക്ഷെ നിങ്ങൾ തംബ്നെയിലിൽ കണ്ട അതേ കോണ്ടന്റ് ആയിരിക്കും നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. എത്രമാത്രം പറഞ്ഞ പോലെ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ആസ് എൻ അപ്ഡേറ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വീഡിയോ എടുക്കാം. ഈ മൊമെന്റ്സ് ഒക്കെ എന്തായാലും ജീവിതത്തിൽ ഒരിക്കൽ വരുന്നോണ്ട് എല്ലാം ഒരു കൗതുകത്തോടെ നോക്കി കണ്ടുകൊണ്ടിരിക്കുന്ന ഈ നിമിഷത്തിൽ നമുക്ക് വ്ളോഗ് എടുത്തേക്കാം അല്ലേ? അപ്പൊ ഇപ്പൊ സമയം 4:30. ഓക്കെ, പുറത്ത് ഇപ്പോഴും ഇരുട്ടാണ്, പക്ഷെ ഇപ്പൊ സമ്മർ ആയതുകൊണ്ട് ഒരു 6 മണിയൊക്കെ ആവുമ്പോഴേക്കും നല്ല വെളിച്ചാവും. അപ്പൊ ഫസ്റ്റ് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ രാത്രി 1 മണി 2 മണിക്കൊന്നും ഹോസ്പിറ്റലിലേക്ക് ഓടാൻ. എനിക്ക് ഇഷ്ടമല്ല. പുറത്തിങ്ങനെ വെളിച്ചത്തിലൊക്കെ പോകുമ്പോൾ നമുക്കൊരു രസമാണല്ലോ. അപ്പൊ ഭാഗ്യവശാൽ അത് സംഭവിച്ചു. ഇനി എന്തിനാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോണത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നാണ് നമ്മളുടെ ഡ്യൂ ഡേറ്റ്, ഏപ്രിൽ 14. ആൻഡ് ഇന്ന് നിങ്ങൾക്ക് അവസാനത്തെ കുറച്ച് വ്ളോഗ്സിൽ ഞാൻ പറയുന്നുണ്ട്, പെയിൻ വന്നിട്ടില്ല, നാച്ചുറൽ ആയിട്ട് പെയിൻ വന്നിട്ടില്ല, നമ്മള് മെംബ്രെയിൻ സ്വീപ്പ് ഒക്കെ 9th ചെയ്തു എന്ന്. അപ്പൊ 14th നമുക്ക് ഇൻഡ്യൂസ് ചെയ്യാം എന്നുള്ള തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് രാവിലെ ഒരു 9 മണിക്ക് ഹോസ്പിറ്റലിലേക്ക് വിളിച്ചിട്ട് നമ്മൾ ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോണ്ട ദിവസമാണ് ഇന്ന്. ഓക്കെ, പക്ഷേ അത്ഭുതകരമായി എന്താ പറയാ, രാത്രി ശ്രീകുട്ടൻ നാളെ ഹോസ്പിറ്റലിൽ പോണോന്ന് തന്നെ ഇന്നലെ പെട്ടെന്ന് തന്നെ ഒരു 2:30 ആയപ്പോ നൈറ്റ് വന്നു. ശ്രീകുട്ടൻ വന്ന് ഞാൻ 1 മണിയായിട്ടോ കിടന്ന് ഉറങ്ങിയപ്പോ ഉറക്കം വന്നില്ല. കാരണം ആ ഒരു അറിയാലോ, ഒരു എക്സൈറ്റ്മെന്റ് ആണോ, അതെ, മൊത്തത്തില് പിറ്റേ ദിവസം നമ്മുടെ ജീവിതം മാറി മറിയാൻ പോവാണെന്നൊക്കെ പറയുമ്പോ ആ എക്സൈറ്റ്മെന്റ് ആണോ എന്തൊക്കെയാണോ, ഒരു മിക്സ്ഡ് ഇമോഷനില് ശ്രീകുട്ടന് മെസ്സേജും ചെയ്തു, എനിക്ക് എന്തോ ഉറക്കം വരുന്നില്ല. ഓക്കെ, അപ്പൊ 1 മണിക്ക് പക്ഷെ ഞാൻ ഉറങ്ങി. 2:30 ആയപ്പോഴേക്ക് ശ്രീകുട്ടൻ വന്നു. അപ്പൊ ഞാൻ എണീറ്റു, വാഷ്റൂം ഒക്കെ പോയി തിരിച്ചു വന്നു. എന്നിട്ട് നമ്മളെല്ലാം ഓക്കെ പ്ലാൻ പണ്ണണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കിടന്നിട്ടും എനിക്ക് ഒട്ടും ഉറക്കം വരുന്നില്ല കേട്ടാ. ഞാൻ ഇങ്ങനെ പകുതി മയക്കത്തിൽ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പൊ ഉണ്ട് ഒരു കുറച്ച് കഴിഞ്ഞപ്പോ ഉറക്കവും വരുന്നില്ലല്ലോ. അപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ അലേർട്ടായിട്ടിരിക്കല്ലേ. എന്റെ വയറിന്റെ ഒരു അടിഭാഗത്തായിട്ട് നല്ല 2 കുത്ത് ഇങ്ങനെ, നമ്മളുടെ ബേബി കുട്ടൻ കം ഓൺ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ള രീതിയിൽ 2 ചവിട്ടോ 2 കുത്തോ കുത്തിയത് എനിക്ക് ഓർമ്മ ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചേ പതിവില് അങ്ങനെ കിട്ടാറില്ല. എക്സാക്ട് ഒരു ½ an hour ഉള്ളില് എന്റെ വാട്ടർ ബ്രേക്ക് ആയിരിക്കുന്നു. കൺഗ്രാറ്റുലേഷൻസ്, ഞാൻ തന്നെ നേർന്നു. കാരണം എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അതായത് നാച്ചുറൽ ആയിട്ട് പെയിൻ വരികയാണ്, അതല്ലേ നല്ലത്. ഇനിയിപ്പോ ഇൻഡ്യൂസ് ചെയ്ത് അത് വന്നില്ല, അങ്ങനത്തെ കുറെ ചടങ്ങുണ്ടല്ലോ. അപ്പോ വാട്ടർ ബ്രേക്ക് ആയിരിക്കുന്നു. ആ വിശേഷം പറയാനാണ് ഇത്രയും വലിയ ഇൻട്രോ. അപ്പൊ വാട്ടർ ബ്രേക്ക് ആയി, കുഴപ്പങ്ങളൊന്നുമില്ല. ഇതുവരെ കോൺട്രാക്ഷൻസ് ഒന്നും വന്നിട്ടില്ല. നമ്മൾ ജസ്റ്റ് ചിലപ്പോ ഒന്ന് ട്രയാജിക്ക് അപ്പൊ തന്നെ നമ്മൾ വിളിച്ചു. അപ്പൊ അവര് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോ എന്തെങ്കിലും ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും സംശയം കാര്യങ്ങളോ അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് പോകാം. ചിലപ്പോ ഞങ്ങൾ പോകും, ചിലപ്പോ പോകില്ല. പക്ഷെ ലെറ്റ്സ് സീ. അപ്പൊ അതാണ് നമ്മളുടെ വ്ളോഗിന്റെ സ്റ്റാർട്ടിങ്. രാവിലെ 4:30 ഞാൻ കുളിച്ചു, സുന്ദരിയായി. ഈ ഡ്രസ്സല്ല ഞാൻ ഇടാൻ വെച്ചത്. ഇനി ചിലപ്പോൾ പോകുമ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി കുട്ടപ്പിയായിട്ട് പോകും. ഓക്കെ, മേര ഭർത്താവ് ക്യാ കർ രഹാ ഹേ, ലെറ്റ്സ് സീ. ഭർത്താവ് ഇവിടെ എല്ലാം അത് ഓഫ് ചെയ്താലേ കേക്കുള്ളൂ. എടാ ഒന്ന് ഓഫ് ചെയ്തിട്ട് പറ. സോറി, പറ. എന്റെ ഭർത്താവ് ഷൂസും പാന്റും
ടീഷർട്ടൊക്കെ ഇട്ടിട്ട് എന്താണ് ചെയ്യുന്നത്? പ്രിപ്പയറിംഗ് ഫോർ ഡെലിവറി ആണോ പ്രിപ്പയറിംഗ് ഫുഡ് ആണോ? ഞാൻ ഇത് പെട്ടെന്ന് പ്രിപ്പയറിംഗ് ഫോർ. കണ്ടോ, ക്യാപ്സിക്കം, മുട്ട, ചോറ് നമ്മൾ കഴിക്കാനായിട്ട് പോണ ഒരു ഫീൽ. ആർ യു ടെൻസ്ഡ്? ചെറുതായിട്ട് മുഖമൊക്കെ മാറിയല്ലോ. വെരി ഗുഡ്. ആദ്യം താങ്കൾ പേടിച്ചോ? നമ്മൾ കാരണം ഇതുവരെ വാട്ടർ ബ്രേക്ക് കേട്ടിട്ടേ ഉള്ളൂ. പിന്നെ നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ലല്ലോ ഇന്ന്, അല്ലേ? ഇപ്പഴല്ലേ, രാത്രി ഉറങ്ങുമ്പോഴാ. ഓക്കെ, അപ്പൊ നമുക്ക് ചിലപ്പോ വിഷു കൈ നീട്ടം പോലെ ഒരാൾ വരാനായിരിക്കും, പറയാൻ പറ്റില്ല. ഓക്കെ ഗൈസ്, ഇവിടെ പ്രിപ്പറേഷൻ ആണ്. ഇവന്റെ കയ്യിലിരിക്കും എന്റെ വ്ളോഗിൽ എന്തൊക്കെ വരുന്നു. പക്ഷെ ഞാൻ ഇവനെ സ്ട്രെസ് ആക്കില്ല. ഞങ്ങൾ രണ്ടുപേരും ഇതേപോലെ ആവണം എന്നില്ലല്ലോ. മീൻസ് ഒരേ മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ വീഡിയോ എടുക്കൂന്ന് ചിലപ്പോ ഞാൻ പറയും. അപ്പൊ എടുക്കുവോ? കിളി പോയിട്ടില്ല. ഞാൻ പറഞ്ഞു ഒന്ന് ചിരിക്കടാ എന്നെ നോക്കിയിട്ട്. പക്ഷെ ഒരു ചിരിക്കൊരു ഗുമ്മില്ല. ഈ ഇത് എക്സോസ് ഓൺ ചെയ്തോളൂ. ഓക്കെ ഗൈസ്, അപ്പൊ ഇത്രേ ഉള്ളൂ. വീട്ടില് പറഞ്ഞിട്ടില്ല, കാരണം ഇപ്പൊ വീട്ടില് ഒന്നാമത് വിഷു ആണ്, രണ്ടാമത് ഇപ്പൊ പാനിക് ആവാനുള്ള സിറ്റുവേഷൻ ഒന്നും ഇല്ലല്ലോ. പ്രത്യേകിച്ച് എന്റെ അമ്മ എനിക്ക് ഇവിടെ ഇതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അവിടെ വല്ല ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനത്തെ ഒരു കിളിപാറിയ ആളായതുകൊണ്ട്, കുറച്ച് ടെൻഷൻ കൂടുതലുള്ള ആളായതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഇപ്പൊ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ഇല്ലല്ലോ. അവിടെ ആണെങ്കിൽ 8:30 ആയിട്ടുള്ളൂ സമയം. വെറുതെ വിളിച്ച്, നമ്മളിവിടെ കൂളാണ്, അവര് വിളിച്ച് ചുമ്മാ ടെൻഷൻ അടിക്കണ്ടല്ലോ. പക്ഷെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യൂട്ടാ. നമ്മളിപ്പോൾ ഇവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണെങ്കിലും കോൺട്രാക്ഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും അപ്ഡേറ്റ് ചെയ്യും. സോ ഇതുവരെ നമ്മൾ അതും പറഞ്ഞിട്ടില്ല. ഓക്കെ, എനിക്ക് വേണ്ടി പ്രേ ചെയ്യണം. ഓക്കെ, ബേബി കുട്ടൻ വരാനായി. മേഡം എവിടൊക്കെയാണ്? ഹായ് ഗായ്സ്, നടക്ക്. അതായത് ഒരു വല്ലാത്തൊരു അവസ്ഥ ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ നടന്ന്, ഞാൻ പറഞ്ഞ ഒരു ആഗ്രഹം ദൈവം എന്താണാവോ ആ ഒരു പറയണ്ട ലാസ്റ്റ് പറഞ്ഞാൽ ഇല്ല, നടത്തി തന്നു. രാവിലെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ട്രയാജിക്ക്, അതായത് ഹോസ്പിറ്റലിലേക്ക് വന്നേക്കാണ്. ഇനി അവരൊന്ന് ചെക്ക് ചെയ്തിട്ട് പറയും നമ്മൾ ഇവിടെ നിൽക്കണോ പോണോന്ന്. പക്ഷെ എന്തായാലും കോൺട്രാക്ഷൻ എന്താന്ന് ഞാൻ അറിഞ്ഞു തുടങ്ങി ഗൈസ്. ഈ പേര് മാത്രമേ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് ഇത്രയ്ക്ക് നല്ല സുഖമുള്ള അനുഭൂതിയാണെന്ന് ഇപ്പൊ ഒന്ന് പൊന്നിച്ച മാറി കണ്ടെന്ന്. സോ ഞാൻ യുദ്ധത്തിനായിട്ട് പോവാണ് ഗൈസ്. മറ്റേ റീൽസ് ഇടായിരുന്നു, എന്താ ഇവിടെ ആൾക്കാരൊക്കെ കൂടി നിൽക്കുന്ന ഒരു യുദ്ധത്തിന് പോവാണോ? യാ ഗൈസ്, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ്. ടെൻഷൻ ഉണ്ടോ? അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ്. അത്രേ ഉള്ളൂ. അത് അടുത്ത ആള് എപ്പോൾ വരും എന്നിങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. അതെന്താ പറയുക, ഈ സെറ്റപ്പ് മാറുമ്പോൾ എനിക്കിഷ്ടമല്ല. വീട്ടിൽ പ്രസവിക്കാൻ പറ്റണമെങ്കിൽ അത്രയും നന്നായിന്. പക്ഷെ കുഴപ്പമില്ല. ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ രാവിലെ വാട്ടർ ബ്രേക്ക് ആയല്ലോ. അപ്പോൾ ഇനി അവർ അതൊക്കെ ഒന്ന് മോണിറ്റർ ചെയ്തിട്ട് നമ്മളുടെ നോർമലായിട്ട് നമ്മളുടെ എന്നും ചെയ്യണ പോലെ ബേബീൻ്റെ മൂവ്മെൻറ്റും ഹാർട്ട് ബീറ്റൊക്കെ നോക്കുകയാണ്. എൻ്റെ ബി പിയും കാര്യങ്ങളൊക്കെ കൂടുതലാണെങ്കിലും അതൊന്നും റീഡിങ്ങിൽ കാണാനില്ല. എല്ലാം ഓക്കെ ആണെന്നാണ് ഇവർ പറയും. അപ്പോൾ നമ്മളിപ്പോൾ ലേബർ സ്യൂട്ടിലാണ്. അതൊന്ന് കാണിച്ചു കൊടുക്കും. അപ്പോൾ ഇവിടെയാണോ നമ്മൾ മറ്റേ MLU പറഞ്ഞിരുന്നല്ലോ, പൂളും സ്വിമ്മിങ് പൂളും നീരാടാനൊക്കെ. അത് അറിയില്ല, ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഇന്നത്തെ ദിവസം പോലെ ഇരിക്കും. അപ്പം നമ്മളിത് ചോദിക്കും. പക്ഷെ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ കൊള്ളാം. ഇനി മേലായത് ആവർത്തിക്കും.
ഇല്ല. ഓക്കെ ഗൈസ്, ഇനി ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. എൻ്റെ വീട്ടിലൊന്ന് വിളിച്ചു പറയാൻ പറഞ്ഞു. പക്ഷെ അത് പറയാനിട്ടൊരു മനസ്സിലായി. ഇപ്പോൾ സമയം 8:20 ഇപ്പോഴത്തെ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വരുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ചെറുതായിട്ട് കോൺട്രാക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ സിസ്റ്റർമാരൊക്കെ വന്ന്, മിഡ് വൈഫൊക്കെ വന്ന് ഇൻറ്റേർണലി ചെക്കൊക്കെ ചെയ്തു. അപ്പോൾ സെർവിക്സ് ഓപ്പൺ ആയിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ കോൺട്രാക്ഷൻസും ഇപ്പോൾ ഉണ്ട്, പക്ഷെ ഭയങ്കര ഇറഗുലർ ആയിട്ടാണ്, എപ്പോഴെങ്കിലുമൊക്കെയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോഴത്തെ അപ്ഡേറ്റ്. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വന്നു ഗൈസ്. ഇപ്പോൾ ഇനി കുറച്ച് ദിവസമല്ല, ഈ ഒരു ദിവസം രാജകീയ പദവി ആയിരിക്കും. ശ്രീകുട്ടപ്പോൾ ചിരിച്ചിട്ടൊക്കെ പോയുള്ളൂ, കാരണം എനിക്ക് മെനു കാർഡൊക്കെ കൊണ്ടുതന്നു. ഓക്കെ, അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ബ്രെഡ് ടോസ്റ്റ് ആസ് യൂഷ്വൽ. ചെറുതായിട്ട് കോൺട്രാക്ഷൻ വരുന്നുണ്ടോ എന്നൊരു സംശയം. പറഞ്ഞില്ലേ ഇറഗുലർ ആയിട്ട് ഇപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ കോൺട്രാക്ഷൻ പോലെ വരുന്നുണ്ട്. നല്ലൊരു അനുഭൂതിയാണ്. ഞാൻ അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ പറയുന്നില്ല. ഒരു നിമിഷത്തിൽ തന്നെ വേർത്ത് പോയി ഗൈസ്. ഓക്കെ, അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഞാൻ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. ശ്രീകുട്ടൻ എവിടെയാണെന്നൊന്നും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ശ്രീകുട്ടൻ ജസ്റ്റ് ഒന്ന് വാഷ്റൂം വരെ പോയതാണ്. പാവം ഇന്നലെ നൈറ്റ് ഷിഫ്റ്റൊക്കെ കഴിഞ്ഞ് 1 മണിക്കൂർ 2 മണിക്കൂർ ഉറക്കം കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ കിളിവാറി നടക്കുന്നുണ്ട്. എനിവേസ് ലെറ്റ് സി, പ്രോഗ്രസ് ആവുമ്പോൾ ഞങ്ങൾ അപ്ഡേറ്റ് തരാൻ പറ്റുന്ന അവസ്ഥയാണെങ്കിൽ തരുന്നതായിരിക്കും. क्या कर रहे प्रभु? प्रभु ये क्या कर रहे हैं? എന്താ ഞാൻ ഗെയിം കളിച്ചോട്ടെ ഫോണിൽ? ഈ റീൽസിലൊക്കെ കാണുന്ന ശരിക്കും സത്യമാണ്. ആണോ? ഭാര്യമാര് വേദന കൊണ്ട് പുളയുഞ്ഞ് അമ്മയാവുന്നതും ഭർത്താക്കന്മാര് ഗെയിം കളിച്ച് അച്ഛന്മാരാവണം. എന്നാ കിടന്നുറങ്ങട്ടെ കുറച്ച്. ഉറങ്ങണത് പിന്നെയും കുഴപ്പമില്ല, അവൻ അണ്ടർസ്റ്റാൻഡബിൾ ആണ്. വേദന വന്നു തുടങ്ങി, പക്ഷെ ഇന്റർവെൽ ഇറഗുലർ ആയതുകൊണ്ട് നമുക്കത് പറയാൻ പറ്റില്ല. ശരിക്കും മുഖത്ത് അറിയാണ്ട് എങ്ങനെയുണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ. ഇത് പേടിപ്പിക്കണ വ്ളോഗൊന്നല്ല കേട്ടോ, പക്ഷെ നമ്മൾ പ്രിപ്പയർഡ് ആവണല്ലോ. ഇതിപ്പോ മേലെ പ്രിപ്പറേഷൻ ഉണ്ട്, പക്ഷെ നമ്മൾ ഇങ്ങനെ അടുത്ത് തുടങ്ങുമ്പോഴേ കൊള്ളാം. സൂപ്പറാ. ഇത് എന്നെ സോപ്പിടാൻ വേണ്ടിട്ട് എടുത്തതാണ്. സോപ്പിടാൻ വേണ്ടി ഇത്രയും നേരം അവൻ ഗെയിം കളിക്കായിരുന്നു. ഇതൊക്കെ എന്ത്? ഇതല്ല, ഇതിനപ്പുറം ചാടി കടന്നവനാണ് ജോസഫ്. ഇത് മൊത്തത്തിൽ ഈ എക്സ്പീരിയൻസ് കഴിയുമ്പോ ഒരു റിയലൈസേഷൻ ലൈഫിൽ ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ് എന്നൊക്കെ പറയില്ലേ? വെരി ഗുഡ്, അതാണ് എനിക്ക് വേണ്ടത്. ഈ ആണുങ്ങളുണ്ടല്ലോ ഇപ്പൊ ഈ സമയത്ത് എനിക്ക് ഇങ്ങനെ ഒരു കത്തി കിട്ടിയിട്ട് നമുക്ക് വേദന വരുമ്പോ എന്താവണോ, ഒരു കത്തി സ്ത്രീകൾക്ക് കൊടുക്കണം. ഓക്കെ, ചെറിയ പേനക്കത്തി മതി. എന്നിട്ട് നമുക്ക് വേദന വരുമ്പോ ഇവരുടെ കയ്യിൽ അതിങ്ങനെ ടൊരയ്ക്കുക ഇങ്ങനെ. അപ്പൊ അവർക്ക് മനസ്സിലാവും. വികൃതമായ രൂപാട്ടാ ഈ വ്ളോഗിലൂടെ ആൾക്കാർ കാണുക. അപ്പൊ അവർക്ക് മനസ്സിലാവും. ഇത് ഞാൻ വെറുതെ പറയല്ല, എന്റെ മനസ്സിൽ ഇപ്പൊ തോന്നുന്ന കാര്യങ്ങളാ. വേദന ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കോൺട്രാക്ഷൻസ് ഇവിടെ മാർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഓഹോ, കോൺട്രാക്ഷൻസ് മാർക്ക് ഒക്കെ ചെയ്യണോ? ആപ്പില് നമ്മൾ റെക്കോർഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നല്ല സുഖമുണ്ട്. ഇപ്പൊ ചെറുതായിട്ട് എന്റെ പകുതി കിളി പോയിട്ടുണ്ട് കേട്ടോ. സത്യം 2 അടിച്ച ഫീൽ ഉണ്ട് ഇപ്പൊ. കൊറേയില് പഠിച്ചിട്ട് അതുകൊണ്ടായിരിക്കും. പക്ഷെ ശരിക്കും ഒരു 2 അടിച്ച ഒരു ഫ്ലോട്ടിംഗ് അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. സൂപ്പർ. ഈ ലോഫിംഗ് ഗ്യാസും കൂടെ ഉണ്ട് കിട്ടിയ ചിരിച്ച്. ഓക്കെ ഗൈസ്, നമുക്ക് കാണാം. ഈ ഡോക്ടറിന്റെ ആർ യു റെഡി ഫോർ ദ ബിഗ്? ഇനി റെഡി ആയേ പറ്റൂ. ഇനിയിപ്പോ നമുക്ക് ഓപ്ഷൻ ഇല്ല. ഇതുവരെ ഞാൻ റെഡി ആയിരുന്നു.
ഇത് വരട്ടെ, ഈ പോയിന്റ് വരെ റെഡി, മാനസികമായി ഞാൻ റെഡി ആക്കിയായിരുന്നു. ഇനിയെല്ലാം വരുന്നിടത്ത് വെച്ച്, കാരണം ഇനി നമുക്കൊന്നും പ്രഡിക്റ്റോ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ കൊള്ളാം, ഇതുവരെ നന്നായി. അപ്പൊ അനക്ക് ഇതുവരെ പ്രസവിച്ച അമ്മമാരോട് എന്താ പറയാനുള്ളത്? അത് ഞാനിത് കഴിഞ്ഞിട്ട് പറയാം, കാരണം അപ്പോഴല്ല ശരിക്കും മനസ്സിലാവുക. തന്നെ കാണിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എനിക്ക് ശരിക്കും ആ ഡ്രസ്സൊക്കെ ഇട്ടാലേ ഒരു ഫീല് വരും. ഇപ്പൊ ഉള്ളിൽ നല്ല ഫീലാണ്, പക്ഷെ മറ്റേ പുള്ളി ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ കുത്തി വെക്കുമല്ലോ, അതും കൂടി ആയ പൂർത്തിയായി. ആ ലുക്കിന്റെ ഒരു കുറവില്ലേ. ഈ കളി കൊള്ളാല്ലേ? എനക്കല്ല ബ്ലോഗ് എടുക്കണം എന്നത്. ആ ഇനി അതന്നെ, ഇനി അന്നെങ്ങനെ ലൈവ് പോവാ. ഫാനൊക്കെ ഉണ്ടല്ലോ UK. നിങ്ങൾക്ക് ചൂടെടുക്കുന്നുണ്ടോ? ഒരു കോൺട്രാക്ഷൻ കഴിയുമ്പോഴേക്കും ഞാൻ ഇങ്ങനെയോ. അപ്പൊ ഇനി 10 മിനിറ്റിൽ 3 കോൺട്രാക്ഷനാണ് വരാൻ പോകുന്നത്. അത് ഹോസ്പിറ്റലിലേക്ക് വരേണ്ട ഒരു ടൈം വരണ്ട. അത് ഓൺ ചെയ്തോ. ആരിഷ്ണ, ഓ ഒരു ബേപ്പ് ചെയ്യാനൊന്നും പറഞ്ഞില്ലല്ലോ. ഇവിടുന്ന് എടുത്താൽ അപ്പൊ അങ്ങനെ ഗൈസ്, നീണ്ട യുദ്ധത്തിന് ശേഷം എല്ലാ അമ്മമാരും പറയുന്ന അതേ ഡയലോഗ് ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ഈ മുഖം കാണുമ്പോൾ ആ വേദനയൊക്കെ മറന്നു എന്ന് പറയണം എന്നുണ്ട്. മറക്കില്ല, ഞാൻ മറക്കില്ല. പക്ഷെ ഗൈസ് എന്താ പറയാ, ഒന്നും പറയണ്ട, കുറച്ച് ബോധം വന്നിട്ട് പറയാം. പക്ഷെ ബേബി ബോയ് ആണ്, പച്ച തൊപ്പിയിട്ടിട്ട് വന്നിട്ടുണ്ട് നമ്മളുടെ. അപ്പൊ പ്രഡിക്ഷനും ഗസ്സസും ഒക്കെ കറക്റ്റ് ആയിരുന്നു. ബേബി ബോയ് തന്നെയാണ് വന്നേക്കണേ. ആളിപ്പോ ഓക്കെയാണ്, ഞാനും ഓക്കെയാണ്. ബാക്കി ഞാൻ ഷോർട്ട്ലി അപ്ഡേറ്റ് ചെയ്യാം. ലാസ്റ്റിലാണ് അവൻ വളർന്നത്. 3265 കിലോയിലാണ്. 65
അച്ഛൻ്റെ മോൻ്റെ മുഖം നോക്കട്ടെ. ഇത് നമ്മൾ റൂം നമ്പർ 3 നമ്മളുടെ ഡെലിവറി നടന്നിട്ട് നെക്സ്റ്റ് റൂം നമ്പർ 4 ഷിഫ്റ്റ് ചെയ്യാം കേട്ടോ. ബേബി ആയിട്ട് ഞാൻ പിച്ച ഫസ്റ്റ് ടൈം ഇങ്ങനെ നടക്കുകയാണ്. ആൻഡ് ഇത് അന്ന് രാത്രി ഏകദേശം സമയം ഒരു 12-1 മണിയായിട്ടുണ്ട്. ഞാൻ അവിടെ കാണിക്കുന്നുണ്ട്. എനിക്ക് ഉറക്കമേ വരുന്നില്ല കേട്ടോ. ശ്രീകുട്ടന് ഭയങ്കര ടയേർഡായിട്ട് ജസ്റ്റ് ഒന്ന് കണ്ണടച്ചിട്ടുണ്ട് അവിടെ. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ്. കാരണം എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതൊരു ഡ്രീമാണോ റിയാലിറ്റി ആണോ? എൻ്റെ സൈഡിൽ കിടക്കുന്ന ആ ഒരു കുഞ്ഞു മനുഷ്യൻ എൻ്റെ ബേബിയാണോ, എൻ്റെ സ്വന്തം ബേബിയാണല്ലോ ദൈവമേ എന്നൊക്കെ ആലോചിച്ചിട്ട് ഐ വാസ് സോ എക്സൈറ്റഡ്. എനിക്ക് ഉറക്കമേ വന്നിട്ടില്ല പിന്നീടുള്ള ഒരു 2-3 ദിവസം. അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ എന്തായാലും പറയാം നെക്സ്റ്റ് വ്ലോഗിൽ. ഇത് നെക്സ്റ്റ് ഡേ ആയിട്ടോ. നെക്സ്റ്റ് ഡേ ബേബീൻ്റെ ഹിയറിങ് കപ്പാസിറ്റി നോക്കുകയാണ്. അതായത് 2 ഇയേഴ്സും ഓക്കെ അല്ലേ എന്നുള്ള ടെസ്റ്റാണ് നടക്കുന്നത്. പെയിൻഫുൾ ഒന്നും അല്ല കേട്ടോ. ജസ്റ്റ് അവൻ ഉറങ്ങി എണീക്കുമ്പോഴുള്ള ആ ഒരു ചിണുക്കാണ് ആ കേട്ടത്. പക്ഷെ പെയിൻഫുൾ അല്ല. ആൻഡ് ഓൾസോ NHSൻ്റെ എക്സ്പീരിയൻസും ഞാൻ നെക്സ്റ്റ് വ്ളോഗിൽ ഷെയർ ചെയ്യാം കേട്ടോ. ഞങ്ങൾക്കൊരു അമേസിങ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഫുള്ളായിട്ട്. എനിവേസ് ആ ചെക്കപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോകാനുള്ള തയ്യാറെടുപ്പാണ് ഇനി കാണാൻ പോകുന്നത്. ശ്രീകുട്ടൻ പറയുന്നുണ്ട് നമ്മൾ കാർ സീറ്റിൽ ഫസ്റ്റ് ടൈം ഇരിക്കുന്നു, ഇനി വീട്ടിൽ പോവുകയാണ് എന്നുള്ള സംഭവം. അവൻ്റെ കൈ നോക്കിയേ. പോകുന്നതിൻ്റെ മുന്നേ നമുക്കൊന്ന് റൂം ടൂർ കണ്ടാലോ? ഇത് നോർമൽ ലേബർ സ്യൂട്ട് അല്ല കേട്ടോ. ലേബർ സ്യൂട്ട് ആണെങ്കിൽ നോർമൽ ഒരു കുഞ്ഞൊരു റൂമും പിന്നെ ബൈസ്റ്റാൻഡറിന് ഇരിക്കാനുള്ളൊരു ചെയറും പിന്നെ പുറത്താണ് അറ്റാച്ച്ഡ് വാഷ്റൂം ഒന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ MLU അല്ലെങ്കിൽ താഴത്തെ ആ ഒരു സെക്ഷനാണ് ചൂസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു വിശാലമായ റൂമും പിന്നെ അറ്റാച്ച്ഡ് വാഷ്റൂമും അങ്ങനെ എല്ലാ സൗകര്യങ്ങളുള്ള ഒരു റൂമാണ് കേട്ടോ കിട്ടിയത്. അതും നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. Daddy, are you ready? Ready. For the first drive with our baby. Ready guys. അപ്പം ഞങ്ങൾ ഈ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാണ്. സോ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് നമ്മളുടെ ബേബി ആയിട്ട് പോവുകയാണ്. ദൈവം സഹായിച്ച് എല്ലാം മനോഹരമായി നടന്നു. ഞങ്ങളുടെ ഫസ്റ്റ് കാർ യാത്രയാണ്. അപ്പം ഞാൻ ഈ വീഡിയോ എടുത്തിരുന്നാൽ ശരിയാവത്തില്ല. എൻ്റെ 2 അല്ല, എൻ്റെ 3 കണ്ണും ഇവൻ്റെ മേലെ ആയിരിക്കും. സോ ഈ വ്ളോഗ് ഞാൻ എൻഡ് ചെയ്യാണ്. ആൻഡ് കണ്ടല്ലോ, ഇത്രയൊക്കെ ഞങ്ങൾക്ക് വ്ളോഗ് ചെയ്യാൻ പറ്റിയുള്ളൂ. പക്ഷെ വ്ളോഗ് അല്ലല്ലോ മുഖ്യം. എനിക്കറിയില്ല, ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ടൈം കിട്ടിയപ്പോൾ ഒന്ന് വീഡിയോസൊക്കെ നോക്കിയായിരുന്നു. എനിക്ക് തന്നെ എന്നെ കണ്ടിട്ട് ഓക്കെ. സോ ഇതിൻ്റെ ഡെലിവറി സ്റ്റോറി ആയിട്ട് തന്നെ ഞാൻ വരുന്നതായിരിക്കും. എന്ന് വരുമെന്ന് എനിക്കറിയത്തില്ല. കാരണം നമ്മളുടെ ബേബി കുട്ട വന്നല്ലോ. അപ്പോൾ നമുക്ക് ടൈം കിട്ടുന്ന അനുസരിച്ചിട്ട് എനിക്ക് ബർത്ത് സ്റ്റോറി എന്തായാലും എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്യാതെ പറ്റത്തില്ല. കാരണം എനിക്ക് അത്രയും ഉറക്കം വരില്ല. കാരണം എനിക്ക് അത്രയും എന്താ പറയുക പറയാനുണ്ട്. പിന്നെ കുറേ എക്സ്പീരിയൻസസിലൂടെ കടന്നുപോയല്ലോ. അതുകൊണ്ട് തന്നെ വളരെ പോസിറ്റീവായിട്ട് കുറേ കാര്യങ്ങളാണ് എനിക്ക് എൻ്റെ ഡെലിവറി സ്റ്റോറിയിൽ പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. എന്നാണെന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ കാണാം. ബേബി കുട്ടിന് വേണ്ടി എല്ലാവരും പ്രേ ചെയ്യൂ. പിന്നെ മമ്മി ഡാഡിക്കും വേണ്ടിയിട്ട് പ്രേ ചെയ്തോളൂ സൈഡിൽ കൂടെ. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ബൈ.